നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വലിച്ചു കീറി എറിയട അവന്മാരുടെ ഫ്ലെക്സ്. UDFിലെ മുഖ്യമന്ത്രി കസേരയടി തെരുവിലേക്കും. നിയുക്ത മുഖ്യമന്ത്രി സതീശൻ അഭിനന്ദനങ്ങൾ എന്നെഴുതി മലപ്പുറത്തൊരു ഫ്ലെക്സ് ഉയർന്നല്ലോ. ഇതോടെ ഇപ്പോൾ സൈബർ ഇടത്തിൽ കത്തുന്ന പോരും യുദ്ധവുമാണ് നടക്കുന്നത്. RC KC സൈബർ കൂട്ടങ്ങളെല്ലാം ഇരച്ചിറങ്ങി VD സതീശന്റെ സൈബർ ഗ്രൂപ്പിന് തീയിടുകയാണ്. കീറി എറിഞ്ഞേക്ക് ഫ്ലെക്സ് എന്നാണ് ആഹ്വാനം. ഈ ഫ്ലെക്സ് യുദ്ധം പാർട്ടിക്ക് ഒരു വലിയ നാണക്കേടായി മാറുന്നു. ഇതോടെ കട്ടക്കലിപ്പിലാണ് ഹൈക്കമാൻഡ്. സതീശൻ സൈബർ ഗ്രൂപ്പ് UDFിന് തീയിട്ടുകൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതിസന്ധികളിലേക്ക് പാർട്ടിയെ കൊണ്ടിടുന്നു. സംഭവം ഇപ്പോൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. VD സതീശൻ തന്റെ സൈബർ ഗുണ്ടകളെ നിയന്ത്രിച്ചോളണം എന്നാണ് ഇപ്പോൾ പാർട്ടിയിൽ വിമർശനം വരുന്നത്. വോട്ട് എണ്ണാതെ ജനവിധി എന്തെന്ന് പോലും അറിയാതെ അതിനു മുന്നേ കേരളത്തിന് മുഖ്യമന്ത്രി വരെ ആയെന്നും ട്രോളുകയാണ് KCയുടെ കൂട്ടർ. അവർ സതീശന്റെ കൂട്ടരെ പഞ്ഞിക്കിടുകയാണ്. ഈ വിഷയം വലിയൊരു വിവാദത്തിലേക്ക് ഇപ്പോൾ മാറുമ്പോൾ ഹൈക്കമാൻഡ് വലിയ വിമർശനങ്ങൾ നേതാക്കൾക്ക് നേരെ ഉയർത്തുന്നു. ഒന്ന് ഓർത്തു നോക്കുക, UDFിന്റെ മുതിർന്ന നേതാക്കളാണ് ഈ കസേരയടി തെരുവിലേക്കും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. സതീശന്റെ അധികാര ആക്രാന്തം നിലവിട്ടു പോകുന്നുവെന്ന് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ പച്ചയ്ക്ക് വിമർശിക്കുകയാണ്. ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. സ്വയം പ്രഖ്യാപിക്കൽ പണി അങ്ങ് അവസാനിപ്പിച്ചേക്കണം. ആദ്യം വോട്ട് എണ്ണട്ടെ, എന്നിട്ടാകാം കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയെന്നാണ് അണികളും വിമർശിക്കുന്നത്. കാലടി പഞ്ചായത്തിലെ പാറപ്പുറത്താണ് കഴിഞ്ഞ ദിവസം രാത്രി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച തുടരുന്നതിനിടെയാണ് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് വീണ്ടും വിഷയം കത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം PV അൻവറിന് ആശംസകൾ നേർന്നുകൊണ്ടുള്ള ഫ്ലെക്സ് ബേപ്പൂരിൽ ഉയർന്നിരുന്നു. ഇങ്ങനെ അവിടെ ഇവിടെയായിട്ടൊക്കെ ഫ്ലെക്സുകൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. മുൻപ് നമ്മൾ തളിപ്പറമ്പിൽ കണ്ടിരുന്നല്ലോ TK ഗോവിന്ദൻ നിയുക്ത MLA എന്നും പറഞ്ഞുകൊണ്ടൊരു ഫ്ലെക്സ് ബോർഡ്. അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ ഫ്ലെക്സ് ബോർഡുകളുടെ ഒരു ചാകരയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തിനായി നേതാക്കൾക്കിടയിൽ വൻ ചരടുവലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശശി തരൂരും K സുധാകരനുമെല്ലാം തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പടിക്ക് പുറത്തായതോടെ ഇപ്പോഴത്തെ പോരാട്ടം കോൺഗ്രസിലെ മുൻനിര നേതാക്കളായ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടേതാണ്. UDFിന് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചാൽ ഈ 3 പേരിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ പിന്തുണ തേടിയുള്ള പ്രവർത്തനങ്ങൾ പല വിധത്തിൽ നടക്കുന്നുണ്ട്. സൈബർ ഇടത്തിലും നേതാക്കൾ തന്ത്രങ്ങൾ മെനയുമ്പോൾ അത് കോൺഗ്രസിന് തന്നെ ക്ഷീണമാകുന്ന അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ചർച്ചകൾ പുറത്തായത് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്കൊക്കെ കാരണമായിരുന്നല്ലോ. ഇപ്പോൾ ദാ വീണ്ടും ഫ്ലെക്സ് ബോർഡ്. സൈബർ ഇടത്തിൽ കോൺഗ്രസ് നേതാക്കളെ തന്നെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് വിവാദങ്ങൾക്ക് കാരണമായത്. കൊച്ചി കേന്ദ്രീകരിച്ച് ഹൈബി ഈഡൻ MP അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഇലക്ഷൻ 2026 VDS എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലെ വിവരങ്ങളാണ് ചോർന്നുപോയത്. VD സതീശന്റെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിക്കായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം PR ടീം KC വേണുഗോപാൽ, സുധാകരൻ, റോജി M ജോൺ തുടങ്ങിയ നേതാക്കളെ ലക്ഷ്യം വെച്ച് സൈബർ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്യുന്ന സന്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. VD സതീശൻ നിയമിച്ച തന്റെ PR ടീം സതീശൻ മുഖ്യമന്ത്രി എന്ന് പലയിടത്തിൽ ഇങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സതീശന്റെ PR ടീമിനെതിരെ നേരത്തെ പാർട്ടിക്കുള്ളിൽ അടക്കം പറച്ചിലുകൾ ഉണ്ടായിരുന്നു. മറ്റു മുതിർന്ന നേതാക്കളെ മോശക്കാരായി ചിത്രീകരിച്ച് സതീശനെ മാത്രം ഉയർത്തിക്കാട്ടാനുള്ള ഇവരുടെ നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഇത് കടുത്ത വിമർശനങ്ങൾക്കിടയാക്കുക മാത്രമല്ല, സതീശന് തന്നെ തിരിച്ചടിയാകുകയും ചെയ്തിരിക്കുകയാണ്. നേതാക്കൾക്കെതിരായ സൈബർ കൊട്ടേഷനാണ് ഈ ഗ്രൂപ്പിൽ നടന്നത്. KC വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കേരളത്തിലേക്ക് വരേണ്ടതില്ല എന്നുമുള്ള തരത്തിൽ പ്രചാരണം നടത്താനാണ് ഗ്രൂപ്പിലെ നിർദ്ദേശം. സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി പ്രവർത്തിക്കേണ്ടത് കേരളത്തിൽ മാത്രമല്ലെന്ന് ചാറ്റിൽ വിമർശനമുണ്ട്. ഈ പണി മറ്റ് സംസ്ഥാനങ്ങളിൽ എടുത്താൽ ജയിക്കുമായിരുന്നുവെന്ന് പരിഹാസം. അതായത് KCയെ വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് VD സതീശന്റെ ഈ PR ടീമിന്റെ വാട്സാപ്പ് ചാറ്റുകൾ. മധ്യപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ തിരിച്ചടിക്ക് കാരണം KC വേണുഗോപാലാണെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഈ PR ടീം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. KC മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം K സുധാകരൻ അടക്കമുള്ളവർ ഉയർത്തിയപ്പോഴായിരുന്നു ഈ ഒരു നീക്കം നടന്നത്.
കണ്ണൂർ സിംഹമല്ല, ഏത് മറ്റെടുത്ത സിംഹം അലറിയാലും കഷ്ടപ്പെടുന്നവനോടൊപ്പമാണ് ജനങ്ങൾ എന്ന നിലയിൽ കെ സുധാകരനെതിരെയും പ്രചാരണം നടത്താൻ ഈ ഗ്രൂപ്പ് നീക്കം നടത്തിയിരുന്നു. വേണുഗോപാലിനെ പിന്തുണച്ച റോജി എം ജോണിനെതിരെ സൈബർ ആക്രമണം നടത്താനും ഗ്രൂപ്പിൽ ആഹ്വാനം ഉണ്ട്. റോജിയെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ആഹ്വാനം. വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം എന്നതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വഴിയിൽ 3 പ്രമുഖ നേതാക്കളും 3 തന്ത്രങ്ങളുമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. 5 വർഷം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ തനിക്ക് സ്വാഭാവികമായ അർഹത നൽകുന്നുവെന്ന് വി ഡി സതീശനും വി ഡിയുടെ അനുയായികളും ഉറച്ചു വിശ്വസിക്കുന്നു. സോഷ്യൽ മീഡിയയിലെ വലിയ പിന്തുണയും ഇവർക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എന്നാൽ സംഘടനാ രംഗത്തെ ദീർഘകാലത്തെ പ്രവർത്തന പരിചയവും മുതിർന്ന നേതാവെന്ന പരിഗണനയും തനിക്ക് തുണയാകുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷ. സമുദായ നേതാക്കളുടെ പിന്തുണയും തന്റെ ക്യാമ്പിന് അനുകൂലമാകുമെന്ന് ചെന്നിത്തല കരുതുന്നു. അതേസമയം പരസ്യമായ അവകാശവാദങ്ങളുമായി രംഗത്തില്ലെങ്കിലും ഹൈക്കമാൻഡിലുള്ള സ്വാധീനവും ഒരു വിഭാഗം യുവ MLA-മാരുടെ പിന്തുണയും KC വേണുഗോപാലിന്റെ സാധ്യതകൾക്ക് കരുത്തു പകരുന്ന ഘടകങ്ങളാണ്. ഇതുതന്നെയാണ് സതീശനെ വല്ലാതെ അങ്ങ് വിറളി പിടിപ്പിക്കുന്നതും. അഥവാ KC കസേര കൊണ്ടുപോകുമോ എന്നുള്ള ഒരു ഭയം. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകുന്ന കഥ നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ സംഭവിക്കുമോ എന്ന് വല്ലാതെ വെപ്രാളപ്പെടുകയാണ് വി ഡി സതീശൻ. അതിൻ്റെ ഒരു വേവലാതിയിലാണ് ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ ഈ സൈബർ ഇടത്തിൽ നടക്കുന്നത്. എന്തായാലും വി ഡി സതീശന് തന്നെ വിനയാകും ഈ PR ടീം. കാരണം അവർ കൈവിട്ട നിലയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഒന്ന് ഓർത്തു നോക്കണം, 10 വർഷം അധികാരമില്ലാതിരുന്ന ഒരു പാർട്ടിയാണ്. എന്തുകൊണ്ടാണ് ഈ 10 വർഷം നിങ്ങൾ പുറത്തിരുന്നത്? നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ്. എല്ലാ സംസ്ഥാനത്തും ഇത് തന്നെയാണല്ലോ, കൂട്ടയടിയും കുതികാൽ വെട്ടും പാരവെപ്പും. അല്ലാതെ അധികാരം പിടിക്കണം എന്നുള്ളതല്ല. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഒരുത്തനും കിട്ടണ്ട എന്നുള്ള നിലയാണ്. പാർട്ടി തോറ്റാലും വേണ്ടില്ല എന്നുള്ള നിലയിലേക്ക് ഈ നേതാക്കന്മാർ എത്തിയതാണ് ഈ പാർട്ടിയുടെ ഇന്നത്തെ ഗതികേടിന് കാരണം. ഇത് തന്നെയാണ് കേരളത്തിലും ആവർത്തിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കണം, പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാളാണ്. അദ്ദേഹം മന്ത്രിയായിരുന്ന ഒരാളാണ്. KC വേണുഗോപാലും അങ്ങ് ഹൈക്കമാൻഡിൽ വലിയ പിടിയുള്ള ആളാണ്. ഇവരുടെയൊക്കെ സൈബർ ഗ്രൂപ്പുകളിലാണ് ഇത്തരത്തിലുള്ള നെറികെട്ട നിലവാരമില്ലാത്ത അടി നടക്കുന്നത്. ഇവർക്ക് തന്നെ ഇത് നാണക്കേടായി തോന്നുന്നില്ലേ എന്ന് ചോദിക്കാതെ മറ്റ് നിവർത്തിയില്ല. അഥവാ ഇനി പെട്ടാഭാഗ്യത്തിന് നിങ്ങൾ ജയിച്ചാൽ അതൊരിക്കലും നിങ്ങളുടെ പ്രവർത്തന മികവ് കൊണ്ടൊന്നും ജയിക്കുന്നതല്ല. ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരം, ജനങ്ങൾ പിണറായി സർക്കാരിനെ മടുത്തതുകൊണ്ടുള്ള ഏകാധിപത്യം അവസാനിക്കണമെന്നുള്ള അവരുടെ ആ ഒരു ചിന്ത കൊണ്ട് നിങ്ങൾക്ക് അധികാരം കൊണ്ട് തരുന്നതാണ്. അല്ലാതെ നിങ്ങളുടെ അങ്ങ് മികച്ച പ്രവർത്തനം കണ്ടിട്ടൊന്നും ജനങ്ങൾ നിങ്ങൾക്ക് അധികാരം കൊണ്ട് തരുന്നതല്ല. നിങ്ങളുടെ ഈ കയ്യിലിരിപ്പാണ് നിങ്ങൾക്കെങ്കിൽ 5 വർഷം തികയ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും വിവാദം കൊഴുത്തതോടെ കോൺഗ്രസിലെ പ്രമുഖ സൈബർ പോരാളികൾ തന്നെ സതീശന്റെ ഈ സ്ട്രാറ്റജിക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. KC വേണുഗോപാലിന്റെ മകൾക്കെതിരെ വരെ സതീശന്റെ സൈബർ ടീം മോശം കമന്റുകൾ ഇടുന്നതിനെ ഗോപകുമാർ, സാഹിതി അടക്കമുള്ളവർ രൂക്ഷമായി വിമർശിച്ചു. ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഓഫീസിലിരുന്ന് സർക്കാർ ശമ്പളം പറ്റുന്നവർ ഇത്തരം ചെറ്റത്തരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ലജ്ജിപ്പിക്കുന്നതാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സൈബർ ഇടത്തിലെ ഈ ചേരിപ്പോരും പുറത്തു വന്ന വാട്സാപ്പ് ചാറ്റുകളും വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സാധ്യതകൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇത് മറ്റു ഗ്രൂപ്പുകൾ ഈ ലീക്കായ ചാറ്റുകൾ ആയുധമാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. അതേസമയം മലപ്പുറം കാലടി പഞ്ചായത്തിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കി ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് വലിയ വിവാദത്തിലേക്ക് കടക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിവാദ്യങ്ങൾ എന്നാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഇത് വി ഡി സതീശൻ തന്നെ എഴുതി കൊടുത്ത ക്യാപ്ഷൻ ആയിരിക്കും. എന്തായാലും വി ഡി സതീശൻ തന്നെ സ്വയം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ സൈബർ ടീമിനെ ഇറക്കി വിട്ടുകൊണ്ട് വലിയ ഒരു എതിർപ്പ് സ്വയം ഉണ്ടാക്കി വെക്കുകയാണ് വി ഡി സതീശൻ. ഇതിനിടെ ജനനായകൻ വീഡിയോയ്ക്ക് പിന്നാലെ പോഡ്കാസ്റ്റുമായി രമേശ് ചെന്നിത്തല രംഗത്തേക്ക് വരികയാണ്. കേരള യാത്ര എന്ന പേരിലാണ് പോഡ്കാസ്റ്റ് തുടങ്ങിയത്. കേരള വികസനത്തിനുള്ള ചർച്ച തുടങ്ങാം എന്ന് ചെന്നിത്തല പറയുന്നു. അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി പദത്തിനായി പോരടിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതിച്ഛായ കൂട്ടാൻ വീഡിയോകളും ഡോക്യുമെന്ററിയും പുസ്തകങ്ങളും സജീവമായിരിക്കുകയാണ്. വിവിധ രൂപത്തിലുള്ള വാഴ്ത്തുപാട്ടുകളും പോസ്റ്ററുകളും ആവേശത്തോടെയാണ് അണികൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. KSU കാലം മുതലുള്ള ജീവിതമാണ് പ്രമേയം. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇംഗ്ലീഷ്, ഹിന്ദി പ്രസംഗ ശകലങ്ങളും ആഭ്യന്തര മന്ത്രിയായിരിക്കെ നടപ്പാക്കിയ പദ്ധതികളുമാണ് ചെന്നിത്തല ഹൈലൈറ്റ്സ് ചെയ്യുന്നത്. വീഡിയോ മാത്രമല്ല, OC-യുടെ ദൗത്യം പൂർത്തിയാക്കാൻ RC, കേരളത്തെ RC നയിക്കട്ടെ,
കൂലിപ്പടയാളികൾ പോരാളികളാണ് നായകനാകുന്നത്. അങ്ങനെ നായകൻ ചെന്നിത്തല ടാഗിൽ കാർഡുകളുടെ കുത്തൊഴുക്കാണ് നടക്കുന്നത്. KC VD പോരായി ചുരുങ്ങുന്നത് കണ്ടാണ് കാഴ്ചക്കാരുടെ റോള് വിട്ട് RC ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മത്സരിച്ചില്ലെങ്കിലും നമ്പർ 1 കസേരയ്ക്കുള്ള കിടമത്സരത്തിൽ സജീവമായുള്ള KC വേണുഗോപാലിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ഷൂട്ട് അന്തിമഘട്ടത്തിലാണ്. ദേശീയ അവാർഡ് ജേതാവ് വിനോദ് മങ്കര ഒരുക്കുന്ന ഡോക്യുമെന്ററിയുടെ ഷൂട്ട് ആലപ്പുഴയിൽ പുരോഗമിക്കുകയാണ്. KCയുടെ ജീവിത ചരിത്രവും അണിയറയിലുണ്ട്. ലോക പുസ്തക ദിനത്തിൽ വായനക്കാർക്കായി KC പങ്കുവയ്ക്കുന്നത് തെരഞ്ഞെടുത്ത പ്രസംഗങ്ങളുടെ പുസ്തക രൂപമാണ്. നേരിനൊപ്പം പോരാട്ടങ്ങൾ, നിലപാടുകൾ, ട്രക്കിങ്ങും വനവാസം, റിസോർട്ടിന്റെ ഉദ്ഘാടനവും ഒക്കെ കഴിഞ്ഞ് ഫലം കാത്തിരിക്കുന്ന VD സതീശന്റെ പുസ്തകവും ഉടനെത്തും. ക്രിസ്ത്യൻ വിശ്വാസികളുടെ പരിപാടികളിലെ പ്രധാന പ്രസംഗങ്ങൾ ചേർത്തുള്ള പുസ്തകത്തിന്റെ പേര് ആദം നീ എവിടെയാകുന്നു. പല ഫോർമാറ്റുകളിൽ പ്രതിച്ഛായ പോര് കടുക്കുമ്പോൾ ഇതൊക്കെ പെട്ടി പൊട്ടിച്ചിട്ട് പോരെ എന്ന അഭിപ്രായമുള്ളവരും കോൺഗ്രസിലുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണണം. ഇവർക്കാണ് അധികാരം കിട്ടുന്നതെങ്കിൽ ഇതിലും വലിയ കൂട്ടയടി കേരളം കാണേണ്ടി വരും. മറിച്ചായാലൊന്ന് ചിന്തിച്ചു നോക്കുകയെ, തുടർ ഭരണമാണെങ്കിൽ ഈ വെള്ളം കോരിയത് മുഴുവൻ വെറുതെയാകും. എന്തായാലും ജനവിധി അത് മെയ് 4 അറിയാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ എത്ര ഫ്ലെക്സ് ബോർഡുകൾ എവിടെ കൊണ്ടുവച്ചാലും നിയുക്ത എന്ന് എഴുതുക മാത്രമേ വഴിയുള്ളൂ. ജനം ഒരു വിധി എഴുതിയിട്ടുണ്ട്, അതേ ഇവിടെ നടപ്പാകുകയുള്ളൂ. ജനാധിപത്യത്തിന് മുകളിൽ ഒന്നുമല്ല നിങ്ങളുടെ ഇമ്മാതിരി ധാർഷ്ട്യവും അഹങ്കാരവും ഒന്നും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.